ഹലോ. അടുത്ത ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെ അല്ല, സൗത്ത് ഇന്ത്യയുടെ തന്നെ അഹങ്കാരമായ അല്ലെങ്കിൽ അഭിമാനമായ ഒരു കുഞ്ഞു നയാഗ്ര ഫോൾസിലേക്കാണ്. വേറെ ഒന്നുമല്ല, അതിരപ്പള്ളിയാണ്. സോ അതിരപ്പള്ളി എത്തണേക്കാളും മുൻപ് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അഡൾട്ട്സിനുള്ളതും കാറിനുള്ള പൈസയൊക്കെ അവിടെ കൊടുക്കാം. അതിരപ്പള്ളി മാത്രമല്ല, അത് കഴിഞ്ഞുള്ള വാഴച്ചാലും നമുക്ക് അതിൻ്റെ കൂടെ കാണാൻ പറ്റും. പിന്നെ അതിരപ്പള്ളി ഫോൾസ് ശരിക്കും കാണാനുള്ളൊരു വ്യൂ പോയിന്റ് അതിരപ്പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടുണ്ട്. സോ എന്തുണ്ടായാലും അവിടെ നിർത്തി അതിരപ്പള്ളിയുടെ ഭംഗി കാണാൻ ആരും മറക്കരുത്. പിന്നെ അവിടെ നിന്ന് വളരെ അടുത്താണ് അതിരപ്പള്ളി മെയിൻ എൻട്രൻസ്. സോ അവിടെ കാറിടാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇടാം, അല്ലെങ്കിൽ ഇതേ ഈ നിരയുള്ള കാറിൽ എവിടെയെങ്കിലും പോയിട്ട് ഇടേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം എടുത്ത ടിക്കറ്റ് ഉള്ളതുകൊണ്ട് വേറെ ടിക്കറ്റ് വഴി അടുത്ത ലൊക്കേഷനായ വാഴച്ചാൽ നമ്മൾ എടുക്കണ്ട. പിന്നെ ഈ താഴെ കാണുന്ന റെയിൽവേ പാളം എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം ഫ്രം ദ ബിഗിനിങ് ടു അവിടെ എത്തുന്ന വരെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലിൻ്റെ മേളിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് പറ്റുന്ന ഒരു തീവണ്ടിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇനി വെറുതെ ഉണ്ടാക്കിയതാണോ എനിക്കറിയത്തില്ല. എനിവേ, ഇതാണ് അതിൻ്റെ മേൾഭാഗം വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് പോകാനും ഒരു 800 മീറ്റേഴ്സ് ഉള്ളുവെങ്കിലും അത്യാവശ്യം കുത്തനെയാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് അതാണ് കാണേണ്ടത്. മേളിൽ നിന്ന് കാണുന്നേക്കാളും താഴെ പോയി എന്തായാലും കാണണം, അല്ലെങ്കിൽ വരുന്നതൊക്കെ വെറും വേസ്റ്റാണ്. സോ വീഡിയോ മുഴുവൻ കാണാം. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കയറാനൊന്നും. ബട്ട് ഉണ്ട്. എൻ്റെ മോനെ, ഈ ചിറാപുഞ്ചിയൊക്കെ കേട്ട് 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 ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അത് ഫീൽ ചെയ്തു. ഇങ്ങനെ മഴ വെള്ളം പോകുന്നത് അത്രയും പ്രഷറിലും അത്രയും ക്വാണ്ടിറ്റിയിലുമാണ്. ആൻഡ് അതിൻ്റെ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഗ് പോലത്തെ ഫീലാണ്. അവിടെ ആദ്യം എൻട്രൻസിൽ അവിടെ കുറേ പേര് റെയിൻ കോട്ടൊക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മഴയില്ലല്ലോ, പിന്നെ എന്തിനാ ആൾക്കാർ റെയിൻ കോട്ട് വാങ്ങിച്ചു പോകുന്നത്? ഇവർക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടോ. നമ്മളാണെങ്കിൽ കുട മാത്രമായിട്ട് വന്നേക്കുന്നത്. കണ്ട, കുടയൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഡാഡി കുട പിടിക്കുന്നതേ ഉള്ളൂ, വെറുതെയാണ്. കുറച്ചൊന്ന് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. സോ റെയിൻ കോട്ട് ഉണ്ടെങ്കിൽ റെയിൻ കോട്ട് എടുക്കുന്നത് ശരിക്കും നല്ലതാണ്. ബട്ട് അവിടെ നിൽക്കാൻ ഭയങ്കര അടിപൊളിയാണ്. നമുക്കിങ്ങനെ പോരണന്നേ ഉണ്ടാവില്ല. പിന്നെ പനി പിടിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേൾഭാഗത്ത് പോയി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിരുന്നു. എന്തായാലും നനഞ്ഞ് കുളിച്ചതാണ്. അപ്പം ഇനി കുറച്ച് നേരം വെയിലത്തിരുന്നു. ഞങ്ങൾ പോയ ദിവസം ചെറിയൊരു വെയിലുണ്ടായിരുന്നു. ബട്ട് വലിയ വെയിലല്ലെങ്കിലും കൊള്ളാവുന്ന വെയിൽ. ബട്ട് മേളിൽ നിന്ന് കാണാനും ശരിക്കും അടിപൊളിയാണ്. പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം.